കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 145 സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്ത സ്തുതിക്ക് അർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും, അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും. അവിടുത്തെ പ്രഭാതത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനത്താൽ നമ്മെ ശുദ്ധീകരിക്കട്ടെ. എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കാൻ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങ് ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, നീ ആരെ അനുഗ്രഹിക്കുന്നോ അവരെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവെ, ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ അറിയുന്ന മക്കൾ, അങ്ങേ സ്നേഹിക്കുന്ന മക്കൾ, അങ്ങയുടെ പിന്നാലെ നടക്കുന്ന മക്കൾ, അവർക്ക് വേണ്ടിയാണ് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഈ ലോകത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിൽ അന്ധകാരത്തിൽ അകപ്പെട്ടു പോകുന്ന ജനത്തിന് വേണ്ടിയല്ല. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്ന മക്കൾ, അങ്ങയുടെ പാദം പിന്തുടരുന്ന മക്കൾ, അത് നിലനിൽക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുവാൻ, അങ്ങനെ അങ്ങേ സ്നേഹിക്കുന്ന മക്കളായി മുന്നേറുവാൻ കർത്താവേ, ഞാനിതാ എല്ലാ ദൈവമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എൻ്റെ പിതാവ് പരിശുദ്ധൻ. അതേ പരിശുദ്ധിയും വിശുദ്ധിയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ അയക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണേ കർത്താവേ. അവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇറങ്ങിച്ചെന്ന് കർത്താവേ, അവർക്കെല്ലാം ശുദ്ധി വരട്ടെ അപ്പ. കടബാധ്യതയുള്ള മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. രോഗാവസ്ഥയിൽ ആശുപത്രി തോറും വീടുകൾ തോറും കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. പിതാവേ, പലവിധ ആപത്താലും പലവിധമായ ക്ലേശങ്ങളാലും ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവേ, എന്നോട് പ്രാർത്ഥന ചോദിച്ചവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളോടും ഒപ്പം ഇരിക്കുമാറാകണമേ. ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും അങ്ങയോടൊപ്പം ആയിരിക്കാനും അങ്ങയുടെ മക്കളായി തന്നെ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. പിതാവേ, ഈ വാക്കുകൾ, ഈ വചനങ്ങൾ കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി കർത്താവ് തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കണമേ. കർത്താവെ, അവർക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് മൂടണമേ. എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്നിനും കുറവില്ല. അതെൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി നൽകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതോടൊപ്പം കർത്താവെ, അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങയെ ഞാൻ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയുടെ നാമത്തെ പുകഴ്ത്തും. അങ്ങനെ അങ്ങയെ പുകഴ്ത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനത്താൽ എല്ലാവരെയും ശുദ്ധീകരിക്കണം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.